ഹലോ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ മാത്സിൻ്റെ എക്സ്പ്ലനേഷനാണ്. ഫസ്റ്റ്, രാമും ശ്യാമും 10 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്ത് തീർക്കും. രാമും അരുണും 12 ദിവസം, ശ്യാമും അരുണും 15 ദിവസം. രാമും ശ്യാമും അരുണും കൂടെ ചേർന്ന് എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 10ൻ്റെയും 12ൻ്റെയും 15ൻ്റെയും LCM ആണ്. ഇതിൽ കോമൺ ആയിട്ട് പോകുന്നത് 60 ഈ 3 നമ്പേഴ്സിൻ്റെ LCM എന്ന് പറയുന്നത് 60. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് 10ലും 12ലും 15ലും എത്ര ടൈംസ് പോവും എന്നുള്ളതാണ്. 60 10ൽ 6 ടൈംസ് പോവും, 12ലാണെങ്കിൽ 5, 15ലാണെങ്കിൽ 4. അപ്പോൾ ഈ 6, 5, 4 ആണ് ഈ 3 പേരുടെയും ക്ഷമതയായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ R+S എന്ന് പറയുന്നത് 10, റാം പ്ലസ് അരുൺ 12, ശ്യാം പ്ലസ് അരുൺ 15. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്ന് പ്ലസ് ചെയ്തെടുക്കുമ്പോൾ നോക്കി എല്ലാ 2 എണ്ണമാണ്. അപ്പോൾ R+S എന്ന് പറയുന്നതും R+Aയിലും S+Aയിലും എല്ലാം 2 ടൈംസ് വരുന്നുണ്ട്. അപ്പോൾ 2 × R+S+A ആണ്. അപ്പോൾ 6 + 5 + 4/60. ഓക്കെ, ഈ ആ 2നെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ R+S+A എന്ന് പറയുന്നത് 6 + 5 + 4/60. അവിടെ ഓൾറെഡി മൾട്ടിപ്ലിക്കേഷനാണ്. ആ 2 ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ 6 + 5 + 4/60, പിന്നെ ആ × 2 കൂടി ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് 15/60 × 2. അപ്പോൾ 60 എന്ന് പറയുന്നത് 15ൽ പോവും. അപ്പോൾ 1/4 × 2 അതെന്ന് പറയുന്നത് 1/8 ആണ്. ഇതായിരിക്കും അവരുടെ 3 പേരുടെയും 1 ഡേ വർക്ക് എന്ന് പറയുന്നത്. 1/8 എന്ന് പറയുന്നതായിരിക്കും 1 ഡേ വർക്ക്. അപ്പോൾ 8 ഡേയ്സ് കൊണ്ട് ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യും. സെക്കൻഡ്, ABC എന്നത് ഒരു ഗണിത പുരോഗതിയാണെങ്കിൽ ഏതാണ് ശരിയായതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ABC എന്ന് പറയുന്നത് ഒരു സീരീസ് ആണെങ്കിൽ നമുക്കറിയാം B എന്ന് പറയുന്നത് A+C/2 ആണെന്നുള്ളത്. A+C/2 എന്നുള്ളത് B ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2നെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 2B = A+C എന്ന് കിട്ടും. ഓക്കെ, ഒരു ചതുരത്തിൻ്റെ വശം 8 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ വശം ഇരട്ടിയാക്കിയാൽ അതിൻ്റെ പുതിയ ചുറ്റളവാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ചതുരത്തിൻ്റെ വശം എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. അതിനെ ഇരട്ടിയാക്കുന്നു. അപ്പോൾ പുതിയ ചതുരത്തിൻ്റെ എന്ന് പറയുന്നത് 16 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ എന്ന് പറയുന്നത് 4 × A. അപ്പോൾ 4 × 60 = 64. 5, 13, 29 -125 253. നമുക്കിതിലൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ 5 × 13, അതുപോലെ 13 × 29. അതിന് ശേഷം ഇതെങ്ങനെ കണക്റ്റ് ചെയ്ത് പോകുന്നതെന്ന് വെച്ചാൽ 5 × 2 + 3. അപ്പോൾ 10 + 3 13. ഓക്കെ, നമുക്ക് ഫസ്റ്റ് അത് കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി 13 × 2 + 3, 26 + 3 വരും. 29. നമുക്ക് 2 നമ്പർ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. 29 × 2 + 3, 29 × 2 58 + 3 61. ഇനി 61 ഉപയോഗിച്ചിട്ട് നോക്കാം. 61 × 2 + 3, 61 × 2 122, 122 + 3 125 കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് 61 ആണ് ആൻസർ. ഇപ്പോൾ ഫാൻറ്റ എന്ന് പറയുന്നത് ഒരു പ്രത്യേക കോഡിൽ LGTZG എന്നാണ് എഴുതിയിരിക്കുന്നത്. ക്രിക്കറ്റ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയപ്പോൾ ഫാൻറ്റ F എന്ന് പറയുന്നത് L ആണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ എല്ലാത്തിലും 6 ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. F+6 നമുക്ക് L ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെ കൂടെയും 6 ആഡ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ Cക്ക് ശേഷം 6 ആഡ് ചെയ്യാം.
അങ്ങനെയാകുമ്പോൾ നമുക്ക് ഐ ആണ് കിട്ടുക. അതേപോലെ R+6 H, വീണ്ടും I+6 O, വീണ്ടും CI, K എന്ന് പറയുന്നത് O, Q, E എന്ന് പറയുന്നത് K, T എന്ന് പറയുന്നത് Z. പങ്കജ് രാജേഷിൻ്റെയും സ്വപ്നയുടെയും മകനാണ്. അപ്പോൾ നമ്മളുടെ മെയിൽ ക്യാരക്ടേഴ്സിനെ സ്ക്വയറിലും ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ റൗണ്ട് ഷേപ്പിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ രാജേഷും സ്വപ്നയും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അവരുടെ മകനാണ് പങ്കജ്. അതേസമയം ദീപ പ്രകാശിൻ്റെയും സ്വപ്നയുടെയും അമ്മയായ ഷീലയുടെ ഏക ചെറുമകളാണ്. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസിൽ പ്രകാശ് അവിവാഹിതനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചാൻസ് ഉള്ളത് സ്വപ്നയുടെ മകളാവാനാണ്. ഓക്കെ, പ്രകാശിനെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നോക്കി പ്രകാശിൻ്റെ അമ്മയാണ് ഷീല, അവരുടെ ചെറുമകൾ. അപ്പോൾ സ്വപ്നയുടെ മകളാവാനാണ് ചാൻസ്. ഓൾറെഡി സ്വപ്നയ്ക്ക് പങ്കജ് എന്ന് പറഞ്ഞിട്ട് മകനുണ്ട്, അപ്പോൾ ഇത് മകളാവും. ഓക്കെ, എന്താണ് പ്രകാശ് എന്ന് പറയുന്നത് അവിവാഹിതനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. രാജേഷിൻ്റെ ഭാര്യയുടെ സഹോദരനുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി പങ്കജും ദീപയും തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പങ്കജും ദീപയും സഹോദര ബന്ധമാണ് ഇവർ തമ്മിലുള്ളത്. 400 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി എതിർദിശയിൽ നിന്ന് ഒരു സമാന്തര പാതയിലൂടെ 60 km/h സഞ്ചരിക്കുന്ന 300 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിയെ മറികടക്കാൻ 15 സെക്കൻഡ് എടുക്കും. നീളമുള്ള തീവണ്ടിയുടെ, അതായത് 400 മീറ്റർ നീളമുള്ള തീവണ്ടിയുടെ വേഗത മണിക്കൂറിൽ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ തീവണ്ടി എന്ന് പറയുന്നത് 400 മീറ്ററാണ്, സെക്കൻഡിലെ 300 മീറ്ററാണ്. ഇതിന് മറികടക്കാൻ എടുക്കുന്ന ടൈമാണ് 15 സെക്കൻഡ്. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എതിർദിശയിലായതുകൊണ്ട് തന്നെ 400 + 300 പിന്നെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു ട്രെയിനിൻ്റെയാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റത്തെ നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് എച്ച് ആയിട്ട് എടുക്കുക. പ്ലസ് 60 km/h. ഇതിനെടുക്കുന്ന ടൈമാണ് നമുക്ക് തന്നിരിക്കുന്നത് 15 സെക്കൻഡ് എന്നുള്ളത്. ടൈം 15 സെക്കൻഡ്. അപ്പോൾ സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 700 മീറ്ററാണ്. അപ്പോൾ നമുക്കിവിടെ മീറ്റർ/സെക്കൻഡിലാണ് കിടക്കുന്നത്. നമുക്ക് km/hയിലേക്കാണ് മാറ്റേണ്ടത്. അപ്പോൾ 700/15 ഡിസ്റ്റൻസ് ബൈ ടൈം. ഇനി ഓക്കെ, 60 km/h ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. km/hലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇൻറ്റു 18/5, 700/15 ഇൻറ്റു 18/5. മീറ്ററിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ 5/18, കിലോമീറ്ററിലേക്ക് ആയതുകൊണ്ട് 18/5. ഇനി നമുക്ക് എല്ലാം കട്ട് ചെയ്ത് പോവും. 700-ൽ 5 140 തവണ പോവും. ഓക്കെ, ഇനി 18ഉം 15ഉം, 15-ൽ 5, 18-ൽ 6, വീണ്ടും 140-ൽ 5 പോവും. 28 തവണ പോവും. 28 ഇൻറ്റു 6, 168 km/h. അപ്പോൾ നമുക്കിവിടെ സ്പീഡ് കിട്ടിയിട്ടുണ്ട് 168. ഇനി നമുക്ക് ആദ്യത്തെ ട്രെയിനിൻ്റെ, നീളമുള്ള ട്രെയിനാണ്, അപ്പോൾ ആദ്യത്തെ ട്രെയിനിൻ്റെ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് നമുക്ക് ടോട്ടലാണ്. ഇനി ഫസ്റ്റിൽ അപ്പോൾ എസ് എന്ന് പറയുന്നത് H+60 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ എസ് ആണ് കിട്ടിയിരിക്കുന്നത് 168. 168 എന്ന് പറയുന്നത് H+60. ഇനി നമുക്കിതൊന്ന് എക്സിനെ സോൾവ് ചെയ്യാം. 168 - 60 = X. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് 108 km/h ആയിരിക്കും.
അപ്പോൾ 400 മീറ്റർ നീളമുള്ള തീവണ്ടിയുടെ സ്പീഡ് എന്ന് പറയുന്നത് 108 km/h. 2006 ജനുവരി 1 ഞായറാഴ്ചയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 2010 ജനുവരി 1 ഏത് ദിവസമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2006 ജനുവരി 1 ഞായർ. ഇനി 2006 നിന്ന് 2010 എത്ര വർഷം ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ 2007, 8, 9, 10 4 വർഷമാണ് ഉള്ളത്. ഇനി ഇതിൽ എത്ര ലീപ്പ് ഇയർ വരുന്നുണ്ടെന്ന് നോക്കാം. ഇതിൽ 2008 മാത്രമാണ് ലീപ്പ് ഇയർ വരുന്നുള്ളൂ. ഇപ്പോൾ 2008 ഒരു അതിവർഷമുണ്ട്. അപ്പോൾ ആ +1 കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. 4 + 1 5. ഇനി സൺഡേൻ്റെ കൂടെ ആ 5 കൂട്ടാം. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. അപ്പോൾ ഇവിടെ ഫ്രൈഡേ ആണ് ആൻസർ. 2010 ജനുവരി 1 എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയായിരിക്കും. അപ്പോൾ ഇവിടെ 0.5, 0.05 × 0.005 × 50 × 500. നമുക്ക് 5സിനെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് എടുത്ത് കൊടുക്കാം. അതിന് ശേഷം സീറോസ് ആഡ് ചെയ്യാനുള്ളിടത്ത് ആഡ് ചെയ്യാം. അതുപോലെ പോയിൻ്റ് പ്ലേസ് ചെയ്യുന്ന സ്ഥലത്ത് പോയിൻ്റ് പ്ലേസ് ചെയ്യാം. അപ്പോൾ 3125 ആണ് നമുക്ക് 5സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. നമുക്ക് ബാക്കിലൊരു 3 സീറോസ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതുപോലെ പോയിൻ്റ് 1, 2, 3, 4, 5, 6 നമ്പേഴ്സ് വിട്ടിട്ട് വേണം നമുക്ക് പോയിൻ്റ് പ്ലേസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ 3.125 എന്നായിരിക്കും ആൻസർ വരിക. 3.125. ഉൽപ്പന്നത്തിൻ്റെ വില 50% വർദ്ധിച്ചാൽ അതിൻ്റെ ഉപഭോഗ ചെലവ് അതേ നിലയിൽ നിലനിർത്താൻ അതിൻ്റെ ഉപഭോഗം എത്ര ശതമാനം കുറയ്ക്കണം? അപ്പോൾ ഇവിടെ 50/150, കാരണം 50% വില കൂടിയിട്ടുണ്ട്. 50/150 ഇത് ചെയ്യുമ്പോൾ നമുക്ക് 1/3 എന്ന് കിട്ടും. 1/3% നമ്മളുടെ ഉപഭോഗം കുറയ്ക്കണം. എന്നാലേ നമുക്ക് സെയിം ഇതിൽ നിലനിർത്താൻ പറ്റത്തുള്ളൂ. ഒരു നിശ്ചിത തുകയ്ക്ക് 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ 304.5 രൂപയും അതേ കാലയളവിലേക്കുള്ള സാധാരണ പലിശ 290 രൂപയുമാണ്. അപ്പോൾ വാർഷിക പലിശ നിരക്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ 304.5, അതേപോലെ സാധാരണ പലിശ 290. ഇത് തമ്മിൽ എത്ര ഡിഫറൻസ് വരുന്നുണ്ടെന്ന് നോക്കാം. 304.5 - 290 ചെയ്യുമ്പം 14.5. ഇത്ര രൂപയുടെ ഡിഫറൻസ് ആണ് അവിടെ വരുന്നത്. 2 വർഷത്തേക്കുള്ള സാധാരണ പലിശ നമുക്ക് തന്നിട്ടുണ്ട് 290 എന്ന്. നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഒരിക്കലും മാറ്റം വരില്ല. അപ്പോൾ 1 വർഷത്തേക്കുള്ളത് അതിന് /2 ചെയ്യാം. അപ്പോൾ 145 ആയിരിക്കും 1 വർഷത്തേക്കുള്ള സാധാരണ പലിശ എന്ന് പറയുന്നത്. കൂടാതെ 1 വർഷത്തേക്കുള്ള സാധാരണ പലിശയും കൂട്ടുപലിശയും ഒരു നിശ്ചിത എമൗണ്ടിന് സെയിം ആയിരിക്കും. അപ്പോൾ 1 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 145 രൂപ തന്നെ ആയിരിക്കും. ഫസ്റ്റത്തെ 1 വർഷം സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനും വ്യത്യാസം വരില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ വർഷം മാറ്റമില്ല. രണ്ടാമത്തെ വർഷം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ആ 145 രൂപയുടെ ഇൻട്രസ്റ്റ് കൂടെ ഇതിലേക്ക് കയറും. അപ്പോൾ 145 പ്ലസ് ഒരു എമൗണ്ട് ഉണ്ടാകും. അതിൻ്റെ ഇതുകൊണ്ട് ചേർന്നിട്ടായിരിക്കും 304.5 വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 304.5 എന്ന് പറയുന്നത് 145 പ്ലസ് 145 പ്ലസ് ആ 14.5 കൂടെ. ഇങ്ങനെയാണ് 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതാണ് നമുക്കവിടെ തന്നിരിക്കുന്നത്. ഈ 14.5 145ൻ്റെ എത്ര ശതമാനമാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ 14.5/145 × 100 ഇതെന്ന് പറയുന്നത് 10%. അപ്പോൾ ഇവിടെ പലിശ നിരക്കെന്ന് പറയുന്നത് 10%. ഒരു ബാഗിൽ 785 രൂപയ്ക്ക് 2, 5, 10 രൂപ നാണയങ്ങൾ ഉണ്ട്. നാണയങ്ങൾ 6, 9, 10 എന്ന അനുപാതത്തിലാണ് ഉള്ളത്. ബാഗിൽ 5 രൂപയുടെ എത്ര നാണയം ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 5 രൂപയുടെ എത്ര നാണയം? നമുക്കപ്പോൾ ഏതൊക്കെ കോയിൻസ് ആണ് നോക്കുക. 2, 5, 10.
ഇതിൻ്റെ എണ്ണത്തിൻ്റെ റേഷ്യോ ആണ് നമുക്ക് തന്നിരിക്കുന്നത് 6, 9, 10 എന്നുള്ളത്. നമുക്കിതിൻ്റെ മൂല്യത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 6 × 2 എന്ന് പറയുന്നത് 12, അതുപോലെ 9 × 5 45, 10 × 10. ഇതാണ് മൂല്യത്തിൻ്റെ റേഷ്യോ. എണ്ണത്തിൻ്റെ 6, 9, 10, മൂല്യത്തിൻ്റെ 12, 45, 100. ഓക്കെ, 5 രൂപയുടെ 45 കോയിനാണ് നമുക്കിവിടെ ഉണ്ടാവുക. നമുക്ക് വേറെ ഒന്നുകൂടെ നമുക്ക് നോക്കാം. 700 എത്ര മൂല്യം ഉണ്ടെന്ന്. 785/12 + 45 + 100 157. ഇതെന്ന് പറയുന്നത് 5 ആണ്. 5ൻ്റെ 45 കൊണ്ട് ഇൻറ്റു ചെയ്ത് നമുക്ക് എത്ര മൂല്യം ഉണ്ടെന്ന് കിട്ടും. 5 × 45 225. അപ്പോൾ ഈ 5നെ 9 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പം 45. അത്രയും കോയിൻസ് ഉണ്ട്. അതിൻ്റെ മൂല്യം 225. 3/2, 3 - 4 × 3/5 ഇതിന് തുല്യമായത്. ഓക്കെ, ഇതിൻ്റെ ബേസ് എല്ലാം സെയിം ആണ്. ഇപ്പോൾ 3² × 3 - 4 × 3/5 ബേസ് സെയിം ആയതുകൊണ്ട് നമുക്ക് പവേഴ്സിനെ ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ 3² + -4 + 5. ഇപ്പോൾ പ്ലസും മൈനസും ചെയ്യുമ്പോൾ മൈനസേ വരുള്ളൂ. അപ്പോൾ 5 + 2 7 - 4 = 3/3. ഇത്രയുമാണ് എസ്സേൻ്റെ മാത്സ്.